സാംസ്കാരികോത്സവങ്ങൾ സാമുദായിക ഐക്യത്തിന്റെ സാക്ഷ്യപത്രങ്ങളാണെന്നും ഒരുമയും സ്നേഹവും ഏവരും നിത്യജീവിതത്തിൽ പകർത്തണമെന്നും എം.പി. അബ്ദുസ്സമദ് സമദാനി എം.പി. പറഞ്ഞു. അങ്ങാടിപ്പുറം വലമ്പൂർ ആദിപരാശക്തി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂര മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അബ്ദുസ്സമദ് സമദാനി. സാംസ്കാരികോത്സവങ്ങൾ നാടിൻ്റെ സാമുദായിക ഐക്യവും ഒരുമയും ഊട്ടിയുറപ്പിക്കുന്ന വേദികളാണെന്നും പരസ്പരം സ്നേഹം പങ്കിട്ട് ഒരുമയോടെ ജീവിക്കുന്നവരായി നാം നിലകൊള്ളണമെന്നും എം.പി. അബ്ദുസ്സമദ് സമദാനി പറഞ്ഞു. സമുദായങ്ങൾ പരസ്പരം കൈകോർത്ത് യാതൊരുവിധ അല്ലലുമില്ല അലട്ടലുമില്ല, കൊടുത്തും വാങ്ങിയും നുകർന്നും പകർന്നും അറിഞ്ഞും അറിയിച്ചും നമ്മൾ ജീവിച്ച ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ് ഇതുപോലുള്ള പൂര ഉത്സവങ്ങൾ, ഇതുപോലുള്ള സാംസ്കാരിക സംഗമങ്ങൾ. അത് ഒരുപാട് പറയാണ്ട്. ഞാൻ ഇത്തരം പരിപാടികളിൽ ഇപ്പോഴും ധാരാളമായിട്ട് പങ്കെടുക്കുന്ന ആളാണ്. നമ്മൾ കൊടുത്തും പകർന്നും നുകർന്നും ജീവിക്കുന്ന ഒരു ജീവിതമാണ്. അത് കലയിൽ മാത്രമല്ല, സാഹിത്യത്തിൽ മാത്രമല്ല, സംസ്കാരത്തിൽ മാത്രമല്ല, നാടകത്തിൽ മാത്രമല്ല, സിനിമയിൽ മാത്രമല്ല, അതിലൊക്കെ അപ്പുറത്ത് നിത്യജീവിതത്തിൽ അയൽപക്കത്താണ് നമ്മളൊക്കെ പാർക്കുന്നത്. അതിന്നും നിലനിൽക്കണം. അതാണ് ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം. ഏവരും വാക്കുകളിലും പ്രവൃത്തികളിലും നന്മകൾ പകർത്തണം. മയക്കുമരുന്നിനും അധാർമികതയ്ക്കും വർഗീയ പ്രവർത്തനങ്ങൾക്കുമെതിരെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും സമദാനി ആവശ്യപ്പെട്ടു. മതഗ്രന്ഥങ്ങളെയും മതതത്വങ്ങളെയും ഒട്ടും മനസ്സിലാക്കാത്തവരാണ് വർഗീയ വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതെന്നും അബ്ദുസ്സമദ് സമദാനി അഭിപ്രായപ്പെട്ടു. തെറ്റുകൾക്കെതിരെ ഒന്നിച്ചു നിൽക്കണം. മയക്കുമരുന്നതാ എല്ലാ ഗ്രാമങ്ങളിലും പിടിമുറുക്കാൻ പോണ്. എല്ലാ മതത്തിൽപ്പെട്ടവരും ഒന്നിച്ചു നിൽക്കണം, എല്ലാ സമുദായക്കാരും ഒന്നിച്ചു നിൽക്കണം. നമ്മുടെ മക്കളാണ് നശിക്കുന്നത്, നമ്മുടെ കുടുംബമാണ് കുളം തോണ്ടുന്നത്, നമ്മളെ ഭാവിയാണ് തകരുന്നത്. ഇതിനൊക്കെ എല്ലാ സമുദായങ്ങളിലും പെട്ടവർക്ക് കൈകോർത്ത് പിടിക്കാനുള്ള വേദികൾ ഒരുപാടുണ്ട് നാട്ടിൽ. മയക്കുമരുന്നിനെതിരെ, അധാർമികതയ്ക്കെതിരെ, കൊല്ലും കൊലക്കെതിരെ, വർഗീയതയ്ക്കെതിരെ, മനുഷ്യപ്പറ്റില്ലാത്ത പെരുമാറ്റത്തിനെതിരെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ദയയോടെ, കാരുണ്യത്തോടെ ഒന്നിച്ചൊന്നിച്ച് മുന്നോട്ട് പോകണം. ആ കരുണയാണ് എപ്പോഴും നിലനിൽക്കേണ്ടത്, അതിനെയാണ് വളർത്തേണ്ടത്. ഞാൻ മാത്രം എന്ന വിചാരം ഒഴിവാക്കി നമ്മൾ എന്നുള്ളിടത്തെത്തണം. ഉപനിഷത്ത് പറഞ്ഞ പോലെ അയം നിജപരോവേദി ഗണാനാം ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. വസുധ എന്ന് പറഞ്ഞ ഭൂമി, വസുധൈവ കുടുംബകം. ഈ ഭൂമി പാർക്കുന്നവരൊക്കെ ഒറ്റ കുടുംബമാണ്, ഈ ഭൂമി പാർക്കുന്നവരൊക്കെ ഒറ്റ ഫാമിലിയാണ്. ലോകമേ തറവാട് എന്ന് പറയും. ഇതാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം. പക്ഷെ മനുഷ്യന്മാർക്ക് ഇപ്പം മതത്തിൻ്റെ അടിസ്ഥാന തത്വമൊന്നുമല്ല വേണ്ടത്. മതമൊന്നും പഠിക്കൂല. ഖുർആൻ പഠിക്കാത്ത മുസ്ലിം ഇസ്ലാമിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കും. അവൻ്റെ അവകാശവാദം പുറംപൂച്ചാണ്. ഉപനിഷത്ത് പഠിക്കാത്ത, ശ്രീരാമചന്ദ്രൻ്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ അതുപോലുള്ള പ്രമാണങ്ങളൊന്നും പഠിക്കാത്ത, ഉപനിഷത്ത് വായിക്കാത്ത, അതൊന്നും മനസ്സിലാക്കാത്ത, ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോയ സമയത്ത് പോലും കാണാൻ വന്നവരോട് ചോദിക്കുന്നത് എൻ്റെ നാട്ടിലെ ചാർവാകന്മാർക്ക് സുഖമില്ലേ എന്നാണ്. ചാർവാകന്മാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ചെറിയ എണ്ണത്തിൽ കുറഞ്ഞ വിഭാഗമാണ്. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖമായിരിക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകം മുഴുവനും സൗഖ്യമായിരിക്കട്ടെ. ആർക്കും ഒരു വിഷമം ഉണ്ടാവരുത്, ഒരു കുഴപ്പമുണ്ടാവരുത്, ആരും വേദനിക്കരുത്. ഇങ്ങനെയൊക്കെയാണ് മതം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈദ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മഞ്ഞളാംകുഴി അലി എം.എൽ.എ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ടി.കെ. റഷീദ് അലി, കുന്നത്ത് മുഹമ്മദ്, ബി രതീഷ്, സുനിൽ ബാബു, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, വി.പി. അബ്ദുൽ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രം ട്രസ്റ്റി വി.പി. ബാലൻ, സ്വാഗത സംഘം ചെയർമാൻ വിജീഷ് വി.പി., കൺവീനർ സി.പി. പ്രേംരാജ്, ഉദയകുമാർ, ക്ഷേത്രം തന്ത്രി രഞ്ജിത്ത് എന്നിവരും പങ്കെടുത്തു. സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏതു സമയവും മുന്നിട്ടിറങ്ങുന്ന ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിലെ വളണ്ടിയർമാർ, 117 തവണ രക്തം ദാനം ചെയ്ത അബ്ദുൽ അസീസ്, വിദ്യാഭ്യാസ കലാകായിക രംഗങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രദേശത്തെ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഫെബ്രുവരി 7-നാണ് വലമ്പൂർ ആദിപരാശക്തി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂര മഹോത്സവം തുടങ്ങിയത്. 9 ദിവസത്തെ പൂര മഹോത്സവം ശനിയാഴ്ച രാത്രിയോടെ സമാപിച്ചു.